Okay, now we are talking about nuclear cataract. Basically, some important points in OPTHAL I'll be discussing. Okay, so first is about nuclear cataract. In nuclear cataract, what happens is refractive index lens. ഇത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ലെൻസാണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് ചോദിച്ചാൽ വാട്ട് ഹാപ്പൻസ് ഇൻ കാറ്ററാക്ട് എന്ത് പറ്റും? പ്രോട്ടീൻസ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് അല്ലേ ഇൻ ദ ലെൻസിൻ്റെ എവിടെ? സോ വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ന്യൂക്ലിയർ കാറ്ററാക്ട്, ഓക്കെ, പലതരത്തിലുള്ള കാറ്ററാക്ട് ഉണ്ട്. ന്യൂക്ലിയർ കാറ്ററാക്റ്റിനകത്ത് പ്രോട്ടീൻസ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സെൻറ്റർ. ഈ സെൻറ്ററിൽ പ്രോട്ടീൻസ് ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ, and this leads to myopia. What is it? It leads to myopia. Now myopia means what? ദൂരെയുള്ളത് കാണാൻ പറ്റില്ല അല്ലേ? സോ ഡിസ്റ്റൻറ്റ് തിങ്സ് വിൽ ബിക്കം വെരി ഡിഫിക്കൾട്ട് ടു സീ. സോ ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ് മയോപ്പിയ എന്ന് പറയുക. സോ ഇൻഡെക്സ് മയോപ്പിയ നിങ്ങൾ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ് ഇസ് സീൻ ഇൻ ന്യൂക്ലിയർ കാറ്ററാക്ട്. ഓക്കെ, അപ്പോൾ ദൂരെയുള്ളത് കാണാൻ പറ്റില്ല എന്ന് നമ്മുടെ ഐ വിചാരിക്കും. ഓക്കെ, ദൂരെയുള്ളത് എന്തായാലും കാണാൻ പറ്റില്ല, ഞാൻ അടുത്തുള്ളത് ഒന്ന് ശരിക്കും കാണാൻ ശ്രമിക്കട്ടെ എന്ന് നമ്മുടെ ഐ വിചാരിക്കും. അപ്പോൾ അടുത്തുള്ളത് ആ പേഷ്യൻറ്റിന് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സെക്കൻഡ് സൈറ്റ് എന്ന് പറയുക. എന്താ? സെക്കൻഡ് സൈറ്റ് എന്ന് പറയുക. ഓക്കെ, സോ ന്യൂക്ലിയർ കാറ്ററാക്റ്റിനകത്ത് എന്തുണ്ടാവും? ഇൻഡെക്സ് മയോപ്പിയ ഉണ്ടാവും ആൻഡ് ദർ ഇസ് ഗോൺ ബി സെക്കൻഡ് സൈറ്റ്. അവിടെ നെക്സ്റ്റ് വൺ ഇസ് കോർട്ടിക്കൽ കാറ്ററാക്ട്. കോർട്ടിക്കൽ കാറ്ററാക്ട് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മുടെ ലെൻസിൻ്റെ പെരിഫെറിയിൽ ഇങ്ങനെ പ്രോട്ടീൻസ് ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിം ലൈറ്റ് രാത്രിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റിൽ ഒരു ഡിം റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? പ്യൂപ്പിൾസ് വിൽ ഡൈലേറ്റ്. അതറിയാലോ, ഡിം ലൈറ്റിനകത്ത് പ്യൂപ്പിൾസ് വിൽ ഡൈലേറ്റ്. ഓക്കെ, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് റേസ് നമ്മുടെ ലെൻസിൻ്റെ പെരിഫെറി കൂടെയൊക്കെ പാസ് ചെയ്യും അല്ലേ? സോ പക്ഷേ ശരിക്കും അതിന് പാസ് ചെയ്യാൻ പറ്റുമില്ല, കാരണം പ്രോട്ടീൻസ് അവിടെയൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിരിക്കും ഈ കോർട്ടിക്കൽ കാറ്ററാക്റ്റിനകത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരാൾ ഡിം ലൈറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് വിഷൻ, ഓക്കെ, നൈറ്റ് സമയത്ത് ഇയാളുടെ വിഷൻ കുറവായിരിക്കും. സോ ഇതാണ് നമ്മുടെ കോർട്ടിക്കൽ കാറ്ററാക്ട്. ഓക്കെ, സോ ഹിയർ നൈറ്റ് വിഷൻ അല്ലെങ്കിൽ ഡിം ലൈറ്റ് വിഷൻ വിൽ ഡിക്രീസ്. ഈസി? ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റീരിയർ സബ്കാപ്സുലർ കാറ്ററാക്ട്. ഞാൻ ഇവിടെ ഒരു ലെൻസ് വരച്ചിട്ടുണ്ട്. ലെറ്റസ് ഇത് ആൻറ്റീരിയർ സൈഡാണ്, ഇത് പോസ്റ്റീരിയർ സൈഡാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൻ്റെ ബാക്കിൽ കുറേ പ്രോട്ടീൻസ് ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആവും. ഇത്രയും ക്ലിയർ ആയോ? ഇതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവർ ഈ ലൈറ്റ് നല്ല ബ്രൈറ്റ് ഏരിയാസിലൊക്കെ പോകുമ്പോഴത്തേക്കും, ബ്രൈറ്റ് ലൈറ്റുള്ള ഏരിയാസിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്യൂപ്പിൾ എന്ത് പറ്റും? പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആവും അല്ലേ? സോ ബ്രൈറ്റ് ഏരിയാസിലേക്ക് പോകുമ്പോഴത്തേക്കും പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആവും. അപ്പം കൺസ്ട്രിക്റ്റ് ആവുന്ന പ്യൂപ്പിൾ, ഓക്കെ, ആ ഭാഗത്തൂടെ ലൈറ്റ് റേസ് പോകുമ്പോഴത്തേക്കും പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആയി. ഓക്കെ, അപ്പം അതിൻ്റെ ഈ ഒരു ഏരിയ കുറഞ്ഞു. അപ്പോൾ ലൈറ്റ് റേസ് ഈ ഭാഗത്തൂടെ ആയിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യുക. പക്ഷേ അതിന് ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെയാണ് പ്രോട്ടീൻസ് ഡെപ്പോസിറ്റഡ് ആയിട്ടിരിക്കുക അല്ലേ? അപ്പം ബ്രൈറ്റ് ലൈറ്റിൽ ഇവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ ദാറ്റ് ഈസ് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലർ കാറ്ററാക്ട്. ജസ്റ്റ് റിമെമ്പർ, അതിൻ്റെ ക്യാച്ച് വേർഡാണ് ഹിസ്റ്ററിയിൽ അവർ തന്നിട്ടുണ്ടാവും, ഗ്ലെയർ ഉണ്ടാവും. ഓക്കെ, ഗ്ലെയർ ആ പേഷ്യൻറ്റിനുണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലർ കാറ്ററാക്ട്. ഓക്കെ, അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, മെച്യൂർ ഇൻറ്റ്യൂമിസെൻറ്റ് കാറ്ററാക്ട്. ഓക്കെ, ഇപ്പോൾ കാറ്ററാക്റ്റിൻ്റെ പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് മെച്യൂർ ഇൻറ്റ്യൂമിസെൻറ്റ് കാറ്ററാക്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലെൻസ് ഇല്ലേടാ, ഇറ്റ് ബിക്കംസ് ഫസ്റ്റ് തിങ് ഇറ്റ് ബിക്കംസ് വെരി സ്വോളൻ. ഓക്കെ, നമ്മുടെ ലെൻസ് എന്ത് പറ്റും? നമ്മുടെ എല്ലാ പേഷ്യൻ്റെ ലെൻസ് ബിക്കംസ് വെരി സ്വോളൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലോട്ട് ഓഫ് വാട്ടർ, ഓക്കെ, വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദ ലെൻസ് ആൻഡ് ഇറ്റ് ബിക്കംസ് സ്വോളൻ. സോ ലെൻസ് ഇങ്ങനെ വലുതായാൽ എന്ത് പറ്റും? ലെൻസിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ലെറ്റ് us see this ആൻറ്റീരിയർ സൈഡ്. ലെൻസിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ഹൂ വിൽ ടെൽ മീ? ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഐറിസ് ഉണ്ട് അല്ലേ? സോ ഇറ്റ് വിൽ പുഷ് ദി ഐറിസ് ഓൾസോ ഫോർവേഡ്. ഐറിസിനെ പുഷ് ചെയ്താൽ എന്ത് പറ്റും? അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? നമുക്ക് ആംഗിൾ ഉണ്ടല്ലേ? നമ്മുടെ അക്വസ് ഹ്യൂമർ ഡ്രെയിൻ ആവുന്ന ആംഗിൾ അവിടെ ഉണ്ട്. സോ ആംഗിളിനെയും അത് കൺസ്ട്രിക്റ്റ് ചെയ്യും, അതിനെ കുറയ്ക്കും. സോ ആംഗിൾ കുറഞ്ഞാൽ എന്ത് പറ്റും? അക്വസ് ഹ്യൂമറിന് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഡ്രെയിൻ ആവാനായിട്ട് പറ്റത്തില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് IOP വിൽ ഇൻക്രീസ്. ഓക്കെ, IOP വിൽ ഇൻക്രീസ്. And when IOP increases, what is it called as, guys? You all know that, I'm sure it is called as glaucoma. So ഇങ്ങനൊരു ഗ്ലോക്കോമേനെ നമ്മളൊരു പ്രത്യേക തരം പേരുണ്ടടാ. ഇങ്ങനത്തെ ഗ്ലോക്കോമേനെ പറയുന്ന പേരാണ് ഫേക്കോമോർഫിക് ഗ്ലോക്കോമ. എന്താടാ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ഫേക്കോമോർഫിക് ഗ്ലോക്കോമ. സോ ബേസിക്കലി ഫേക്കോമോർഫിക് എന്ന് വെച്ചാൽ ലെൻസ് കാരണം വരുന്ന ഗ്ലോക്കോമ. അഗൈൻ ജസ്റ്റ് റിമെമ്പർ, മെച്യൂർ ഇൻറ്റ്യൂമിസെൻറ്റ് കാറ്ററാക്റ്റിൽ ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണ് വരുന്നതായിരിക്കും ചോദ്യം. യു മസ്റ്റ് സേ ഇറ്റ് ഈസ് ഫേക്കോമോർഫിക് ഗ്ലോക്കോമ. വെരി ഇമ്പോർട്ടൻറ്റ്. Okay, next one is hypermature Morganian cataract. ഇവിടെ what happens is, guys,
നമ്മുടെ ലെൻസിൽ നിന്ന് കോർട്ടെക്സ് ഫ്രം ദ കോർട്ടെക്സ് ഓഫ് ദ ലെൻസ് ബേസിക്കലി ദ ലിക്വിഫൈഡ് കോർട്ടെക്സ്. ഓക്കെ, ഈ നടുക്കത്തെ ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്, ഈ നടുക്കത്തെ ഭാഗം. സോ ആ കോർട്ടെക്സ് ലിക്വിഫൈ ആവും ആൻഡ് ദാറ്റ് മൂവ്സ് ഔട്ട് ഫ്രം ദ ലെൻസ്. ഓക്കെ, ആൻഡ് ദിസ് ലിക്വിഫൈഡ് കോർട്ടെക്സ് മൂവ്സ് ഔട്ട് ഓഫ് ദി ലെൻസ് ആൻഡ് ബ്ലോക്സ് ദ chamber. It blocks the angle of the anterior chamber. Okay, so what happens when the angle of the anterior chamber is blocked? Yes, very good. Okay, the patient gets a glaucoma. So inganathe oru glaucoma ne parayuna perana, tell me guys, what is it? Phacolytic glaucoma, very very important. So that ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഹൈപ്പർ മെച്യൂർ മോർഗാഗ്നിയൻ കാറ്ററാക്റ്റിനകത്ത് എന്താണ് കിട്ടുക? ഫേക്കോലൈറ്റിക് ഗ്ലോക്കോമ, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് മെറ്റാബോളിക് കാറ്ററാക്റ്റ്. ഓക്കെ, സോ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് തരം കാറ്ററാക്റ്റ് ആയിരിക്കും അയാൾക്കുള്ളത് ഗൈസ്? ടെൽ മീ. വെരി ഇമ്പോർട്ടൻറ്റ്, സ്നോ ഫ്ലേക്ക് കാറ്ററാക്റ്റ് കേട്ടോ. സ്നോ ഫ്ലേക്ക് കാറ്ററാക്റ്റ് ആണ് ഡയബറ്റീസ് മെലൈറ്റസിൽ വരിക. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് ഗ്ലൂക്കോസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വാട്ട്? സോർബിറ്റോൾ. ഓക്കെ, ഇതാണ് സ്നോ ഫ്ലേക്ക് കാറ്ററാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഐ ഷോ യു ദ പിക്ചർ. ഓക്കെ, സീരിയസ് ഗൈസ്, ഇതാണ് എന്ത്? സ്നോ ഫ്ലേക്ക് കാറ്ററാക്റ്റ്. എവിടെയാണ് സ്നോ ഫ്ലേക്ക് കാറ്ററാക്റ്റ് കാണുക? വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് സീൻ ഇൻ ഡയബറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞൊരു അസുഖം ഓയിൽ ഡ്രോപ്ലെറ്റ് കാറ്ററാക്റ്റ് ആണ് ഉണ്ടാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഐ ഷോ യു ദ പിക്ചർ. സോ ദിസ് ഈസ് ദ ഉള്ളി വെരി ഇമ്പോർട്ടൻറ്റ്. റിവേഴ്സിബിൾ കാറ്ററാക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ഗാലക്ടോസീമിയ കാരണം വരുന്ന കാറ്ററാക്റ്റ് ആണ് റിവേഴ്സിബിൾ. ഓക്കെ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓയിൽ ഡ്രോപ്ലെറ്റ് കാറ്ററാക്റ്റ് എന്നാണ് അതിനെ പറയുക. ഐ ഷോ യു ദ പിക്ചർ. വെയിറ്റ്. Now see this picture. ഇതാണ് ഓയിൽ ഡ്രോപ്ലെറ്റ് കാറ്ററാക്റ്റ്. എവിടെയാണ് കാണുന്നത്? ഇറ്റ് ഇസ് സീൻ ഇൻ ഗാലക്ടോസീമിയ. ഓക്കെ, ഓക്കെ, ഇൻ വിൽസൺസ് ഡിസീസ് വാട്ട് കൈൻഡ് ഓഫ് കാറ്ററാക്റ്റ് യു ഗെറ്റ്? യു ഗെറ്റ് സൺഫ്ലവർ കാറ്ററാക്റ്റ്. ഓക്കെ, വിൽസൺസ് ഡിസീസിൽ സൺഫ്ലവർ കാറ്ററാക്റ്റ് കിട്ടുക. ഓക്കെ, സീ ദിസ് പിക്ചർ. ദിസ് ഇസ് സൺഫ്ലവർ കാറ്ററാക്റ്റ്. കണ്ടോ? ഒരു സൺഫ്ലവറിനെ പോലെ ഉണ്ട് കാണാൻ അല്ലേ? See this picture, da same thing. This is also another picture only, looks the same. This is sunflower cataract. Okay, ഓക്കെ, ഇനി കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിനകത്ത് നമ്മൾ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് മഗ് ഇറ്റ് അപ്പ് ഗൈസ്. ഓക്കെ, വാട്ട് വി ഗെറ്റ് ഇസ് ബ്രെഡ് ക്രംബ് അപ്പിയറൻസ്. എന്താടാ? ബ്രെഡ് ക്രംബ് അപ്പിയറൻസ് കാണാൻ കഴിയും. പിന്നെ സെക്കൻഡ് തിങ് ദാറ്റ് ഇസ് പോളിക്രോമാറ്റിക് ലഷറും കാണാൻ കഴിയും. സോ പോളിക്രോമാറ്റിക് ലഷറും കാണാൻ കഴിയും. സോ ഈ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യും? ഇറ്റ് ഇസ് കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റ് കേട്ടോ. നമ്മൾ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷനകത്ത് ബ്രെഡ് പിക്ചേഴ്സ് പഠിക്കേണ്ട. ജസ്റ്റ് റിമെമ്പർ ദിസ്. ബ്രെഡ് ക്രംബ് അപ്പിയറൻസ് കാണുന്നുണ്ട്, പോളിക്രോമാറ്റിക് ലഷർ ഉണ്ട് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് മാർക്ക് വാട്ട്? കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റ്. വെരി ഗുഡ്. നൗ ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത്? റൊസേറ്റ് കാറ്ററാക്റ്റ്. എന്താണ്? ഇറ്റ് ഈസ് റൊസേറ്റ് കാറ്ററാക്റ്റ് സീൻ വെയർ നമ്മുടെ ട്രോമയിലൊക്കെ ഒരാൾക്ക് ഐ ട്രോമ ഉണ്ടായാൽ ദിസ് കൈൻഡ് ഓഫ് കാറ്ററാക്റ്റ് ക്യാൻ ബി സീൻ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ റൊസേറ്റ് കാറ്ററാക്റ്റ് ഇസ് സീൻ ഇൻ ട്രോമാറ്റിക് ഇഞ്ചുറി ഓർ ട്രോമാറ്റിക് കാറ്ററാക്റ്റിലാണ് നമ്മൾ റൊസേറ്റ് ഷേപ്പ് കാണാം. റൊസേറ്റ് റോസ് പോലെ, ഒരു ഫ്ലവർ പോലെ അല്ലേ? ഓക്കെ, വാട്ട് യു സീ ഹിയർ? ഇതെന്താണ്? ക്രിസ്മസ് ട്രീ കാറ്ററാക്റ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് ക്രിസ്മസ് ട്രീ കാറ്ററാക്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെവിടെ നമ്മൾ കാണുക? മയോട്ടോണിക് ഡിസ്ട്രോഫിയിൽ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റെറ്റിനയെ പറ്റി 2-3 പോയിൻറ്റ്സ് പഠിക്കാം. റെറ്റിന, ദ സെൻട്രൽ പാർട്ട് ഓഫ് റെറ്റിന ഇസ് കോൾഡ് ആസ് വാട്ട്? ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. ദ സെൻട്രൽ പാർട്ട് ഇസ് കോൾഡ് ആസ്, വെരി ഗുഡ്, ഇറ്റ് ഇസ് കോൾഡ് ആസ് മാക്യുല. ഓക്കെ, നൗ ദ സെൻറ്റർമോസ്റ്റ് പോയിൻ്റ് ഓഫ് മാക്യുല ഇസ് കോൾഡ് ആസ് വാട്ട് ഗൈസ്? മാക്യുലയുടെ സെൻട്രൽ പോയിൻ്റ് ഇത് ഞാൻ പേർപ്പിളി വരച്ചേക്കുന്നത് എന്താണ്? അതാണ് ഫോവിയ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, നൗ ഫോവിയാണ് വളരെ ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ ആണ് ഫോവിയ. ഓക്കെ, ഈ ഫോവിയയിലാണ് മാക്സിമം നമ്പർ ഓഫ് കോൺസ് ഉള്ളത്. ഇത് PYQ ആണ്. ഫോവിയയിലാണ് മാക്സിമം നമ്പർ ഓഫ് കോൺസ് ഉള്ളത്. ഓക്കെ, ഫൈൻ. ആൻഡ് വാട്ട് യു സീ ഹിയർ ഗൈസ്? ഇവിടെ ഒരു സംഭവം കാണില്ല. എന്താ സംഭവം? അതാണ് നമ്മുടെ ഒപ്റ്റിക് ഡിസ്ക് കേട്ടോ. സോ ഒപ്റ്റിക് ഡിസ്ക് എന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് എ സ്റ്റാർട്ട് ഓഫ് ദി ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അതിൻ്റെ ഡയമീറ്റർ വിച്ച് ഇസ് അബൌട്ട് 1.5 mm. that is a diameter of optic disc. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് കോൺസ് എവിടെയാണ്? ഫോവിയയിലാണ് ഏറ്റവും കൂടുതൽ
കോൺസ് ഉള്ളത് നമ്മൾ പഠിച്ചു. ഇനി എവിടെയാണ് റോഡ്സ് മാക്സിമം ഉള്ളത്? റോഡ്സ് ഇറ്റ് ഈസ് അറ്റ് ദ മിഡ് പെരിഫെറി ഓഫ് ദ റെറ്റിന. സോ ഞാനിത് റെറ്റിന വരച്ചു. ഈ പെരിഫെറി അല്ല, പെരിഫെറി എന്ന് വെച്ചാൽ ഏറ്റവും കോർണറല്ല, മിഡ് പെരിഫെറിയിലാണ് നമുക്ക് എന്തുള്ളത്? ഈ വൈറ്റായിട്ട് ഞാൻ വരച്ചേക്കുന്നതാണ് എന്ത്? വെരി ഗുഡ്, റോഡ്സ്. ഓക്കെ, സോ റോഡ്സ് മിഡ് പെരിഫെറി ഓഫ് ദ റെറ്റിനയിലാണ് നമ്മൾ മാക്സിമം കാണുക. വേറാസ് ഫോവിയയിലാണ് നിങ്ങൾ എന്ത് കാണുന്നത്? മാക്സിമം കോൺസ് കാണുക. ഓക്കെ, ഇനി നമ്മൾ റെറ്റിനയുടെ ലെയേഴ്സിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ റെറ്റിനയ്ക്ക് ടോട്ടൽ എത്ര ലെയേഴ്സ് ഉണ്ടടാ? ഇറ്റ് ഹാസ് ഗോട്ട് 10 ലെയേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് 10 ലെയേഴ്സ്. ഞാനിപ്പോൾ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. സോ ലൈറ്റ് കംസ് ഫ്രം ഹിയർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരിക. ഓക്കെ, സോ ദിസ് ലെയർ ദാറ്റ് ഐ ഹവ് ഡ്രോൺ ഹിയർ, okay, that is called as what guys? Retinal pigment epithelium. ഓക്കെ, ഈ കളറിൽ ഞാൻ വരച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഓക്കെ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റോഡ്സ് ആൻഡ് കോൺസ് ആണ്. ഓക്കെ, റോഡ്സ് ആൻഡ് കോൺസ് ആണ്. ഇനി രണ്ടാമത് കാണിച്ചേക്കുന്നത് ഈ സെൽസ് കണ്ടോ, പേർപ്പിൾ കളർ, ഇതാണ് നമ്മുടെ ബൈപോളാർ സെൽസ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ കണ്ടാൽ മതി. I'll tell you what all to remember. ഓക്കെ, ഞാൻ ഈ മേലത്തെ ഭാഗമാണ് എന്ത്? നമ്മുടെ വെരി ഗുഡ് ഗാംഗ്ലിയോൺ സെൽസ്. എന്താ മോനെ? ഏറ്റവും മേളത്തെ ഞാൻ വരച്ചേക്കുന്നതാണ് ഗാംഗ്ലിയോൺ സെൽസ്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ റെറ്റിനൽ പിഗ്മെൻ്റ് എപ്പിത്തീലിയം, അതിൻ്റെ തൊട്ടുമണ്ടയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, നമ്മുടെ റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ട്, പിന്നെ ബൈപോളാർ സെൽസ് ഉണ്ട്, പിന്നെ അതിൻ്റെ മണ്ടയിൽ ഗാംഗ്ലിയോൺ സെൽസ് ഉണ്ട്. ഇത്രയും മനസ്സിലായി. ഇനിയും നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്. ബൈപോളർ സെൽസ് ആണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ്, ഗാംഗ്ലിയോൺ സെൽസ് ആണ് തേർഡ് ഓർഡർ ന്യൂറോൺസ്. ഇത്രയും മനസ്സിലായോ? ഫൈൻ. ഓക്കെ, ഞാൻ ഈ ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നത് എന്താണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നതാണ് ഹൊറിസോണ്ടൽ സെൽ. എന്താടാ? ഹൊറിസോണ്ടൽ സെൽ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സെല്ല് എവിടെയാണ്? നമ്മുടെ ബൈപോളർ സെൽസിൻ്റെ ഇടയ്ക്കാണ് ഹൊറിസോണ്ടൽ സെല്ലുള്ളത്. ഹൊറിസോണ്ടൽ സെല്ലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ദേ പ്രിവെൻറ്റ് ലാറ്ററൽ ട്രാൻസ്മിഷൻ. ഇപ്പോൾ ലൈറ്റ് മേളിൽ നിന്ന് താഴോട്ടത്തേക്ക് വരുമ്പോൾ അല്ലേ, ലൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ലാറ്ററലി ലൈറ്റ് ട്രാൻസ്മിറ്റ് ആവണ്ട, എനിക്ക് നേരെ ഇങ്ങനെ പോയാൽ മതി ലൈറ്റ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ സെൽസ് പ്രിവെൻറ്റ് ദ ലാറ്ററൽ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്. ഇത്ര മനസ്സിലായോ? ലൈറ്റ് അല്ല, ഇമ്പൾസസ്. ഓക്കെ, ലൈറ്റിൻ്റെ ഇമ്പൾസസ്. ഓക്കെ, നൗ എവിടെയാണ് ഈ ഹൊറിസോണ്ടൽ സെൽസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ റിമെമ്പർ ഇറ്റ് ഈസ് ഇൻ INL. അത് ഞാൻ പഠിപ്പിച്ചു തരാം എന്താ ഈ INL. ദാറ്റ് ഈസ് ഇന്നർ ന്യൂക്ലിയർ ലെയറിനകത്താണ് ഹൊറിസോണ്ടൽ സെൽസ് ഉള്ളത്. ഓക്കെ, ഞാൻ ഈ ബ്ലൂ കളർ സെല്ല് വരച്ചേക്കുന്നത് കണ്ടോ? അത് നമ്മുടെ ബൈപോളർ സെൽസിൻ്റെ ഇടയ്ക്കാണ്. ഇതിനെയാണ് നമ്മൾ ഞാൻ ഓരോ കളേഴ്സ് എടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഫോർ പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നതാണ് അമാക്രൈൻ സെൽസ്. അമാക്രൈൻ സെൽസ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. അപ്പം അമാക്രൈൻ സെൽസ് എന്താടാ? ദേ ആർ ഫോർ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. ഇപ്പം ഐ ജസ്റ്റ് ടെൽ യു ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, കോൺസെപ്റ്റ്സ് നമുക്ക് പിന്നെ ഒരു ക്ലാസ് എടുക്കാം. അപ്പോൾ അമക്രൈൻ സെൽസ് എന്ന് കേട്ടാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ യു ഷുഡ് സേ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. അപ്പോൾ റിമെമ്പർ അമ്മാസ് അല്ലേ, നമ്മുടെ അമ്മാസ് ദേ ഫീഡ് അസ് എ ലോട്ട് അല്ലേ, എപ്പോഴും നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കും അല്ലേ നമ്മുടെ അമ്മമാർ. സോ അമക്രൈൻ സെൽസ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ആണ്. ഇനി അമക്രൈൻ സെൽസ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയും INL എന്ന് എഴുതുക കേട്ടോ, ഇന്നർ ന്യൂക്ലിയർ ലെയർ. സോ ബേസിക്കലി നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? INL എന്ന് എഴുതണം. ഓക്കെ, ഗുഡ്. ഞാൻ ഈ മണ്ടയിൽ വരച്ചേക്കുന്ന റെഡ് കളർ സെൽസ് ഉണ്ടല്ലോടാ, അതാണ് നമ്മുടെ മുള്ളർ സെൽസ്. എന്താ മോനെ? അതാണ് മുള്ളർ സെൽസ്. അപ്പോൾ മുള്ളർ സെൽസ് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സപ്പോർട്ടിങ് സെൽസ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫേമസ് ഡയലോഗില്ലേ, നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ. സോ അതിനകത്ത് സുരാജ് സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. I don't know what you call the characters. Yeah, let's say supporting character, right? Okay, so remember മല്ലയ്യ സപ്പോർട്ടിങ് ക്യാരക്ടർ. സോ മുള്ളർ സെൽസ് അത് സപ്പോർട്ടിങ് സെൽസ് ആണ്. ഓൾ റൈറ്റ്, ഫൈൻ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, റിമെമ്പർ നമ്മുടെ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ലൈറ്റ് പെർസെപ്ഷൻ. ഓക്കെ, സോ ഈ ഇത്രയും മേളിലുള്ള ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്?
ന്യൂറോ സെൻസറി റെറ്റിന. എന്താ മോനെ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂറോ സെൻസറി റെറ്റിന. പക്ഷേ നമ്മുടെ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂറോ സെൻസറി റെറ്റിന. ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ സമയത്ത് നമ്മുടെ ഈ 9 ലെയേഴ്സ് ഇല്ലേ, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ 10 ലെയേഴ്സ് ഉണ്ട്, മേളത്തെ ഈ 9 ലെയേഴ്സ് ഇതാണ് ഡിറ്റാച്ച്ഡ് ആവുന്നത്. എവിടുന്ന്? ഫ്രം ദ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടടാ. ഓക്കെ, സോ നിങ്ങൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ടു അല്ലേ? നമ്മുടെ ഇതാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ സെൽ ബോഡി ഉള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ടർ ന്യൂക്ലിയർ ലെയർ. ഒന്നും കൂടെ, ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചേക്കുന്ന ആണ് എന്ത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അതിൻ്റെ സെൽ ബോഡി, ഓക്കെ, സെൽ ബോഡി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഞാൻ ഈ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഓക്കെ, എന്ത്? സെൽ ബോഡി. ആ ഏരിയനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഔട്ടർ ന്യൂക്ലിയർ ലെയർ. ഓക്കെ, ഇതത്ര അവർ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് യാ. ഓക്കെ, നോ സെൽ ബോഡീസ് ഓഫ് ദി ബൈപോളർ സെൽസ്. ഇതാണ് നമ്മുടെ, ഞാൻ ഈ പർപ്പിളാണ് ബൈപോളർ സെൽസ്. അണ്ടർസ്റ്റുഡ്? നോ? ഓക്കെ, അതിൻ്റെ സെൽ ബോഡീസാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ ബോഡിയുള്ള ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഇന്നർ ന്യൂക്ലിയർ ലെയർ. എന്താ മോനെ? ഈ ഭാഗത്തിനെയാണ് ഇന്നർ ന്യൂക്ലിയർ ലെയർ എന്ന് പറയുക. സോ ദിസ് ഈസ് യുവർ ഔട്ടർ ന്യൂക്ലിയർ ലെയർ, വെരി ഗുഡ്. ആൻഡ് ദിസ് ഈസ് യുവർ ഇന്നർ ന്യൂക്ലിയർ ലെയർ. ഈസി, ഫൈൻ. നൗ ഗാംഗ്ലിയോൺ സെൽസിൻ്റെ സെൽ ബോഡീനെയാണ്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഗാംഗ്ലിയോൺ സെൽസിൻ്റെ സെൽ ബോഡി ഏരിയ, അതിനെ നമ്മൾ ഗാംഗ്ലിയോൺ ലെയർ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് വൺസ് അഗൈൻ ഫോട്ടോ റിസെപ്റ്റേഴ്സിൻ്റെ സെൽ ബോഡിയുള്ള ഏരിയനെ നമ്മൾ എന്ത് പറയുന്നു? ഔട്ടർ ന്യൂക്ലിയർ ലെയർ. ബൈപോളർ സെൽസിൻ്റെ സെൽ ബോഡിയുള്ള ഏരിയനെ നമ്മൾ എന്ത് പറയുന്നു? ഇന്നർ ന്യൂക്ലിയർ ലെയർ. സിമ്പിൾ. നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, നൗ സീ, ലെറ്റ് മീ ടേക്ക് എ ഡിഫറെൻറ്റ് കളർ. I'll take green. Okay, now synapse between the photoreceptors and bipolar cells എന്ന് വെച്ചാൽ സ്പേസ് ബിറ്റ്വീൻ, ഈ ഒരു സ്പേസ് കണ്ടോ? ദ സ്പേസ് ബിറ്റ്വീൻ ദ ഫോട്ടോറിസെപ്റ്റേഴ്സ് ആൻഡ് ദ ബൈപോളർ സെൽസ്. ഓക്കെ, ആ സ്പേസ് നമ്മൾ സിനാപ്സ് എന്ന് പറയും. ഓക്കെ, സോ ഈ സ്പേസിനെയാണ് എന്ത് പറയുന്നത്? ഔട്ടർ പ്ലെക്സിഫോം ലെയർ. മനസ്സിലായോ? ദ ഏരിയ ഓർ വി സേ സിനാപ്സ് ബിറ്റ്വീൻ ദ ബൈപോളർ സെൽസ് ആൻഡ് ഫോട്ടോറിസെപ്റ്റേഴ്സ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഔട്ടർ പ്ലെക്സിഫോം ലെയർ. അഗൈൻ, okay, the synapse or the area between the ganglion cells and the bipolar cells, ganglion cells and the bipolar cells, ഇതിനെയാണ് നമ്മൾ ഇന്നർ പ്ലെക്സിഫോം ലെയർ എന്ന് പറയാം. ഈസി? ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മുടെ നൈറ്റ് വിഷന് സഹായിക്കുന്നത് ഏത് സെൽസാണ്? നൈറ്റ് വിഷന് ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഡൗൺ. ഓക്കെ, റോഡ്സ് ആണ് നൈറ്റ് വിഷന് നമ്മളെ സഹായിക്കുന്നത് കേട്ടോ, നൈറ്റിൽ കാര്യങ്ങൾ കാണാനായിട്ട്. വേറെ കോൺസ് ആണ് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നത് കോൺസ് എന്ന് പറഞ്ഞ സെൽസ് കാരണമാണ്. ഓക്കെ, ഫൈൻ. നൗ വി ലേൺ അബൌട്ട് ബ്ലഡ് സപ്ലൈ ഓഫ് ദ റെറ്റിന. ഇപ്പോൾ റെറ്റിനയ്ക്ക് ബ്ലഡ് സപ്ലൈ ആരാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ദി ഒഫ്താൽമിക് ആർട്ടറി അല്ലേ? ഓക്കെ, ഒഫ്താൽമിക് ആർട്ടറി വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് വാട്ട് ഗൈസ്? ഓക്കെ, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ICA, ഇൻറ്റേർണൽ കാരറ്റഡ് ആർട്ടറി. ഇത് മാത്രം ഓർത്തിരിക്കുക, ഒഫ്താൽമിക് ആർട്ടറി ആണ്, ദാറ്റ് ഈസ് എ ബ്ലഡ് സപ്ലൈ ഓഫ് റെറ്റിന. ഓക്കെ, ഒഫ്താൽമിക് ആർട്ടറി 2 ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. വൺ ഇസ് സെൻട്രൽ റെറ്റിനൽ ആർട്ടറിയും മറ്റേത് ഷോർട്ട് പോസ്റ്റീരിയർ സീലറി ആർട്ടറിയും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ, ഒഫ്താൽമിക് ആർട്ടറി 2 ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെൻട്രൽ റെറ്റിനൽ ആർട്ടറിയും മറ്റേത് ഷോർട്ട് പോസ്റ്റീരിയർ സീലറി ആർട്ടറിയും. ഇത്രയും മനസ്സിലായി. നൗ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഇറ്റ് സപ്ലൈസ് ദ ഇന്നർ 6 ലെയേഴ്സ്. ഓക്കെ, റെറ്റിനയുടെ നമ്മളിപ്പോൾ 10 ലെയേഴ്സ് പഠിച്ചില്ലേ? ഓക്കെ, അതിൻ്റെ ഇന്നർ 6 ലെയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി. ഓക്കെ, ഔട്ടർ 4 ലെയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഷോർട്ട് പോസ്റ്റീരിയർ സീലറി ആർട്ടറി. ഓക്കെ, ഔട്ടർ 4 ലെയേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? ഷോർട്ട് പോസ്റ്റീരിയർ സീലറി ആർട്ടറി. ദിസ് മച്ച് ക്ലിയർ? ഫൈൻ. ഓക്കെ, so let's just stop it now. I'll come up with another class. Okay, bye bye.